SSLC ഫിസിക്സ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠം ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക്. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് വൈദ്യുതിയെ പറ്റിയാണ്, വൈദ്യുതിയുടെ വ്യത്യസ്തങ്ങളായ ഫലങ്ങളെ പറ്റി. നമുക്ക് നോക്കിയാൽ അറിയാം, വൈദ്യുതി ഉപയോഗിച്ച് ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വൈദ്യുതിയെ നമുക്ക് വളരെ എളുപ്പം മറ്റ് ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് വൈദ്യുതി ഇത്രയധികം വ്യാപകമായി ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് 5 ഇഫക്ട്സ് ആണ് നമുക്ക് മെയിനായിട്ട് ഇലക്ട്രിസിറ്റിയുടേത് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഒന്ന് ലൈറ്റ് ഇഫക്റ്റ്, പ്രകാശഫലം, ദെൻ ഹീറ്റ് ഇഫക്റ്റ്, താപഫലം, അതുപോലെ മാഗ്നറ്റിക് ഇഫക്റ്റ്, കാന്തിക ഫലം, ദെൻ കെമിക്കൽ ഇഫക്റ്റ്, രാസഫലം, അതുപോലെ ലാസ്റ്റായിട്ട് മെക്കാനിക്കൽ ഇഫക്റ്റ്, യാന്ത്രിക ഫലം. അങ്ങനെ 5 ഫലങ്ങളാണ് നമുക്ക് പിന്നെ വൈദ്യുതിയിൽ നിന്ന് മെയിനായിട്ട് കിട്ടുന്നത്. ഇനി അതിൽ കൂടുതൽ ഒന്നിലധികം ഫലങ്ങളൊക്കെ തരുന്ന ഡിവൈസസും ഉണ്ട്. അങ്ങനെ നോക്കിയാൽ വൈദ്യുതിക്ക് എന്തുകൊണ്ടാണ് ഇത്ര അധികം പ്രാധാന്യമുണ്ടായതെന്ന് ചോദിച്ചാൽ, ഇലക്ട്രിസിറ്റിയെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതർ എനർജീസായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. മറ്റ് ഊർജ്ജ രൂപങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അത് ഈ പാഠത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റാണ് പഠിക്കുന്നത്. താപഫലം ആണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ താപഫലത്തിൽ മെയിനായിട്ട് വരുന്നത് ജൂൾസ് ലോയാണ്. അതായത് ഒരു ഡിവൈസസിലൂടെ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, ഇലക്ട്രിസിറ്റി പ്രവഹിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളെയാണ് അവിടെ ഉണ്ടാകുന്ന താപം, ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 3 കാര്യങ്ങളെ ഏതൊക്കെയാണ്? ഒന്നാമത്തത്, അവിടെ ആ കണ്ടക്ടറിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിൻ്റെ അളവ്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. രണ്ടാമത്തത്, ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ്. മൂന്നാമത്തത്, എത്ര സമയം വൈദ്യുതി പ്രവഹിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത്. അതാണ് ജൂൾസ് ലോയിൽ പറയുന്നത് ഫ്ലോ. നമുക്ക് ജൂൾസ് ലോയിൽ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. H=I²RT. I എന്ന് വെച്ചാൽ കറണ്ട്, I² കറണ്ടിൻ്റെ സ്ക്വയർ, R റെസിസ്റ്റൻസ്, T ടൈം ഓഫ് ഫ്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് മെയിനായിട്ട് നമുക്ക് ഹീറ്റ് ഇഫക്റ്റിൽ വരുന്നത്. അപ്പം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിൻ്റെ അളവ് കറണ്ടിൻ്റെ സ്ക്വയറിൻ്റെയും ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിൻ്റെയും, റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ പ്രതിരോധം വൈദ്യുതിയെ കടത്തിവിടാനുള്ള തടസ്സം, അതിൻ്റെയും എത്ര സമയം കറണ്ട് പ്രവഹിക്കുന്നുണ്ടോ അതിൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് ഗുണനഫലത്തിന് ഈക്വൽ ആയിരിക്കും. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറണ്ട് ഡബിൾ ആകുവാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ടിൻ്റെ അളവ് നമ്മൾ ഡബിളാക്കുക, ഇരട്ടിയാക്കുക. അപ്പോൾ എത്ര ഹീറ്റ് ഉണ്ടാകുന്ന ഹീറ്റ് കറണ്ടിൻ്റെ സ്ക്വയറിന് ആനുപാതികമായിരിക്കും, അല്ലേ? അപ്പം 4 ടൈംസ് ഡബിൾ ആണെന്ന് പറയുമ്പോൾ 2I വരും. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 ടൈംസ് ആയിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതായത് കറണ്ട് ഡബിളായാൽ ഹീറ്റ് വിൽ ബി 4 ടൈംസ്. 1/3 ആക്കിയാൽ എത്ര കുറയും? അപ്പം 1/3 സ്ക്വയർ വെച്ച് നോക്കുമ്പോൾ 1/9 ടൈംസ് ആയിട്ട് ഹീറ്റ് പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ അതാണ് കറണ്ടുമായിട്ടുള്ള ഹീറ്റിൻ്റെ റിലേഷൻ. രണ്ടാമത്തെ ഫാക്ടർ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് കൂടിയാൽ ഹീറ്റും കൂടും. റെസിസ്റ്റൻസ് 2 ടൈംസ് ആയാൽ ഹീറ്റ് 2 ടൈംസ് ആകും. റെസിസ്റ്റൻസ് 4 ടൈംസ് ആയാൽ ഹീറ്റും 4 ടൈംസ് ആകും. റെസിസ്റ്റൻസ് ഹാഫ് ആയാൽ, പകുതിയായാൽ ഹീറ്റ് പ്രൊഡക്ഷൻ ഓൾസോ വിൽ ബി ഹാഫ്. ഓക്കെ, അതേപോലെ തന്നെ ടൈം. ആസ് ടൈം ഇൻക്രീസസ്
heat production also increases. As time decreases, heat production also decreases. ഇതാണ് ജൂൾസ് ലെവൽ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ളത്. ഇത് വെച്ച് നമുക്ക് കണക്കുകളൊക്കെ വരും. അപ്പോൾ കണക്ക് വരുമ്പം H=I²RT എന്നുള്ള ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഇനി ഇവിടെ നമ്മൾ ഓംസ് ലോ ഉപയോഗിക്കേണ്ടി വരും. കാരണം H=I²RT എന്നുള്ള ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഐയുടെ വാല്യൂ അറിയണം, ആറിൻ്റെ വാല്യൂ അറിയണം, ടിയുടെ വാല്യൂ അറിയണം. പക്ഷേ നമുക്ക് ചിലപ്പോഴൊക്കെ ഐയുടെ വാല്യൂയോ ആറിൻ്റെ വാല്യൂവിനോ പകരമായിട്ട് വോൾട്ടേജ് ആയിരിക്കും തരുന്നത്. അപ്പം നമുക്ക് ഈ കണക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഓം നിയമം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ ഓം നിയമത്തിൽ പറയുന്നത്? ഓം നിയമം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓം നിയമത്തിൽ പറയുന്നത് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനാണ് ഓം നിയമത്തിൽ പറയുന്നത്. ഓക്കെ, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. അപ്പോൾ ആ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാം വോൾട്ടേജ് ബൈ കറണ്ട് V/I, വോൾട്ടേജ് ബൈ കറണ്ട് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? V/I, R ഈസ് ഈക്വൽ ടു V/I. അതാണ് ഓം നിയമത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിപ്പോൾ ഇൻ കേസ് റെസിസ്റ്റൻസ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ടാവും, V/I എടുത്ത് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതുപോലെ ഇപ്പം വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, V/R = I. അത് ഓം നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓം നിയമത്തിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാം, കറണ്ട് കണ്ടുപിടിക്കാം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമ്മുടെ H=I²RTക്കകത്ത് ആറിന് പകരം V/I ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് H=VIT എന്ന് കിട്ടും. H=VIT. അതുപോലെ ഇതേ ഇക്വേഷൻ്റെ അകത്ത് ഐക്ക് പകരം V/R ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ V²/RT, അല്ലെങ്കിൽ V²T/R. ഓക്കെ, അപ്പോൾ ഹീറ്റ് പ്രൊഡക്ഷൻ കണ്ടെത്താൻ വേണ്ടി നമുക്ക് സഹായകമായിട്ട് 3 ഇക്വേഷൻസാണുള്ളത്. ഇത് മൂന്നും നമ്മൾ ജൂൾ നിയമത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ്. ജൂൾ നിയമത്തിൽ ഡയറക്റ്റ് വരുന്ന ഇക്വേഷൻ ഏതാണ്? H=I²RT. ഓം നിയമം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത് കിട്ടുന്നത് H=VIT. അതുപോലെ തന്നെ മൂന്നാമത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ H=V²/RT, V²T/R. അങ്ങനെ ഓർത്താൽ മതി, V²T/R. ഓക്കെ, അതുപോലെ ഹീറ്റ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമയം, ടൈം. നമ്മളെപ്പോഴും സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. പരീക്ഷയ്ക്ക് നമുക്ക് എപ്പോഴും മിനിറ്റിലായിരിക്കും സമയം തരിക. നമ്മളപ്പോൾ അത് ശ്രദ്ധിക്കാതെ കണക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണക്കിൻ്റെ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മിനിറ്റിനെ സെക്കൻഡ് ആക്കുന്നത്? വളരെ എളുപ്പമാണ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പം 3 മിനിറ്റ് എന്നാണെങ്കിൽ 3 × 60, 18, 180 സെക്കൻഡ്. ഓക്കെ, അത് നമ്മൾ മറന്നു പോകാനേ പാടില്ല കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജൂൾ ലോസിൽ വരുന്ന കാര്യം. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു കണക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ കാര്യം പവറാണ്. ഓക്കെ, അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ ഉള്ള വർക്കാണ് പവർ. നമ്മളത് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? പവർ ഈസ് ദ വർക്ക് പെർ സെക്കൻഡ്. അപ്പം നമുക്കിവിടെ ഹീറ്റ് പ്രൊഡക്ഷൻ്റെ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ എത്ര ഹീറ്റ് ഉണ്ടാകും 1 സെക്കൻഡിൽ?
അപ്പോൾ എച്ച് സമം ഐ സ്ക്വയർ ആർ ടി ആണെങ്കിൽ ടി സമയം കൊണ്ട് എച്ച് സമയം ഐ സ്ക്വയർ ആർ ടി ഹീറ്റ് ഉണ്ടായി. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഉണ്ടാകും? ആ ബൈ ടി ചെയ്താൽ മതി അല്ലേ? ടി നമുക്ക് ഹരിച്ചാൽ മതി. അപ്പം മുകളിലത്തെ ടീയും താഴത്തെ ടീയും കൂടെ പോകത്തില്ലേ? അപ്പോൾ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഹീറ്റ് പ്രൊഡക്ഷനിലെ ടി അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പം ഹീറ്റ് പ്രൊഡക്ഷൻ്റെ 3 ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 3ലെയും ടി അങ്ങ് ഒഴിവാക്കിയാൽ എന്തായി? പവറിൻ്റെ ഇക്വേഷനായി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പവറിൻ്റെ ഇക്വേഷൻ വരുന്നത്? പവർ ഈസ് പി സമം ഐ സ്ക്വയർ ആർ. ഐ സ്ക്വയർ ആർ ടിയിലെ ടി ഒഴിവാക്കി. രണ്ടാമതേത് വരും പി സമം വി ഐ. വി ഐ ടിയിലെ ടി ഒഴിവാക്കി. മൂന്നാമത് എന്ത് വരും? പി സമം ബി സ്ക്വയർ ബൈ ആർ. ഓക്കെ, അപ്പോൾ ഹീറ്റ് പ്രൊഡക്ഷൻ്റെയും പവറിൻ്റെ ഇക്വേഷൻ തമ്മിൽ വളരെ നല്ലൊരു ബന്ധമുണ്ട്. ഹീറ്റ് പ്രൊഡക്ഷനിലെ ടി ടൈം എന്നുള്ള ഫാക്ടറിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? പവറിൻ്റെ ഇക്വേഷനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് പവറും ഹീറ്റ് പ്രൊഡക്ഷനും മെയിനായിട്ട് നമുക്ക് ഒന്നാം പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ പവറും വോൾട്ടേജും തന്നു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിൻ്റെ അളവ്, അതിനെയാണ് നമ്മൾ ആംപിയറേജ് എന്ന് വിളിക്കുന്നത്. ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുന്നതിൻ്റെ അളവാണ് ആംപിയറേജ് അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ പി സമം വി ബൈ ഐ എന്നുള്ള ഇക്വേഷൻ്റെ അകത്ത് പി പവറാണ്, വി വോൾട്ടേജ്, ഐ കറണ്ട് അല്ലേ? ആ ഇക്വേഷനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. ഐ സമം പി ബൈ വി. ഐ എന്ന് വെച്ചാൽ കറണ്ടിൻ്റെ അളവല്ലേ? അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം നമുക്കതിനെ ആംപിയറേജ് എന്ന് വിളിക്കാം. ഇത് വിളിക്കാം ആംപിയറേജ്. അങ്ങനെയാണെങ്കിൽ പവറിനെ എന്ത് വിളിക്കാം? പവറിൻ്റെ യൂണിറ്റ് വാട്ട്. വാട്ടേജ്. വോൾട്ടേജിന് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, അതിനൊരു ഏജ് ഉണ്ട് അല്ലേ? അപ്പോൾ വോൾട്ടേജ്. അപ്പോൾ പവർ, വാട്ടേജ്, അതുപോലെ കറണ്ട്, ആംപിയറേജ്. അപ്പോൾ ആംപിയറേജിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ആംപിയറേജ് സമം ആംപിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. വാട്ടേജ് ബൈ വോൾട്ടേജ്. അത് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് SSLCക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ആംപിയറേജ് കണ്ടെത്താനുള്ള സമവാക്യം. അപ്പോൾ അത് നമുക്ക് പവറായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് വാട്ടായതുകൊണ്ട് പവറിനെ നമുക്ക് എന്ത് വിളിക്കാം? വാട്ടേജ് എന്ന് വിളിക്കാം. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ വാട്ടേജ് ബൈ വോൾട്ടേജാണ് ആംപിയറേജ്. അപ്പോൾ ആംപിയറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഡെസിമൽ പോയിൻറ്റ്സ് ഒന്നും അതിൽ യൂസ് ചെയ്യത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നെക്സ്റ്റ് അത് റൗണ്ട് ചെയ്ത് എഴുതണം. ഇപ്പോൾ 1.9 എന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മളത് എന്താക്കി എഴുതണം? 2 ആംപിയറായിട്ട് എഴുതണം. അതിൻ്റെ ഹയർ വാല്യൂയിലേക്ക്, ജസ്റ്റ് നെക്സ്റ്റ് തൊട്ടടുത്ത ഹയർ വാല്യൂയിലേക്ക് നമ്മളതിനെ റൗണ്ട് ചെയ്ത് എഴുതണം. ആ കാര്യം കൂടി ഓർക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. താങ്ക് യു.